അപ്പോ പിണറായി വിജയനും നമ്മളുടെ മഹാനടൻ മമ്മൂട്ടിയും തോളോട് തോൾ ചേർന്ന് നിന്ന് അതിദാരിദ്ര്യമുക്തം എന്ന് പറയുന്ന ഒരു മാലിന്യം ജനങ്ങളുടെ തലയിൽ തള്ളി. അപ്പോ ജനങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നം. കാരണം മന്ത്രി MP രാജേഷിന്റെ ക്യാപ്സൂളും വന്നിട്ടുണ്ട്. നമസ്കാരം. അപ്പോ കേരളം അതിദാരിദ്ര്യമുക്തമായി എന്നാണ് പറയപ്പെടുന്നത്. എന്താണെങ്കിലും അത് പ്രഖ്യാപിക്കാൻ വളരെ എളുപ്പമാണ്. ഇടതുപക്ഷം ഭരിക്കുന്ന സർക്കാരാകുമ്പോൾ അതൊന്നുകൂടി എളുപ്പമാണ്. കാരണം ഉളുപ്പില്ലല്ലോ. അപ്പോ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വീഡിയോ ചെയ്യാതിരുന്നതിന്റെ കാരണം, പ്രഖ്യാപനം കഴിഞ്ഞ് പ്രതിപക്ഷത്തിന്റെ എതിർപ്പുകൾ ഉണ്ടാവുമല്ലോ, ബുദ്ധിയുള്ള ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ വരുമല്ലോ, ഒപ്പം ഇതിനെ സാധൂകരിക്കുന്ന രീതിയിലുള്ള മറുപടികൾ സർക്കാർ കൊടുക്കേണ്ടിയും വരുമല്ലോ. അതൊക്കെ വരട്ടെ എന്ന് വിചാരിച്ച് കാത്തിരിക്കുകയായിരുന്നു. ഏതായാലും പ്രഖ്യാപനം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഏകദേശം ചിത്രം തെളിഞ്ഞു വന്നിട്ടുണ്ട്. അതായത് ഈ ഗൾഫിൽ നിന്നൊക്കെ വരുമ്പോൾ പ്രവാസികളെ മുൻകൂട്ടി അറിയിക്കാതെ വരും. എന്നിട്ട് ഭാര്യയ്ക്കും കുട്ടികൾക്കും ഒക്കെ സർപ്രൈസ് കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. അതേപോലെ CPM എന്ന് പറയുന്ന പാർട്ടി അതിന്റെ ഭാര്യയായിട്ടുള്ള CPI എന്ന് പറയുന്ന പാർട്ടിക്ക് കൊടുത്ത ഒരു സർപ്രൈസ് ആണ് അതിദാരിദ്ര്യമുക്ത കേരളം എന്നുള്ളത് നമ്മൾ കരുതേണ്ടി വരും. അതിനു മുൻപ് ഇതിനെതിരെ ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളതിനെ കുറിച്ച് ഞാൻ വീഡിയോയുടെ അവസാനം പറയാം. അതായത് ബാംഗ്ലൂർ കോർപ്പറേഷനിൽ വളരെ രസകരമായിട്ടുള്ള എന്നാൽ ഞെട്ടിക്കുന്ന ഒരു സംഭവം നടന്നിട്ടുണ്ട്. അത് വളരെ നല്ല ഒരു രീതിയായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ഈ ഒരു വിഷയത്തിൽ മമ്മൂട്ടി എന്ന് പറയുന്ന മഹാനടനും ഉൾപ്പെട്ടിട്ടുണ്ടല്ലോ. അപ്പോ ഭക്ഷണം, ആരോഗ്യം, വാസസ്ഥലം, വരുമാനം, ഇതായിരുന്നു കേരള സർക്കാരിന്റെ അതിദരിദ്രരെ കണ്ടെത്തുന്നതിനുള്ള ഒരു മാനദണ്ഡം എന്ന് പറയുന്നത്. അതായത് കേരളത്തിൽ സ്വന്തമായി വീടില്ലാത്ത ഒരാൾ പോലും ഇല്ല എന്നാണ് നമ്മുടെ മുഖ്യമന്ത്രി പറയുന്നത്. ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ 3 രൂപയ്ക്ക് അരി നിങ്ങളുടെ വീട്ടിൽ എത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ പട്ടിണിയല്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നുണ്ട്. നിങ്ങൾ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും പൂർണ്ണ ആരോഗ്യവാന്മാരാണ് എന്ന് മുഖ്യമന്ത്രി പറയുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ വരുമാനം 0 ആണെങ്കിൽ മാത്രമേ നിങ്ങൾ അതിദരിദ്രരായി കണക്കാക്കാൻ സാധിക്കത്തുള്ളൂ എന്നും മുഖ്യമന്ത്രി പറയുന്നുണ്ട് എന്നുള്ളതായിരിക്കണം നമ്മൾ കരുതേണ്ടത്. കാരണം അങ്ങനെയാണല്ലോ അതിന്റെ പ്രഖ്യാപനം വരുന്നതും പിന്നീട് പല ആളുകളുടെയും ഫോട്ടോകളും വീഡിയോകളും ഒക്കെ പുറത്തേക്ക് വരുന്നത്. പക്ഷേ ഈ പ്രഖ്യാപനം നടക്കുന്നു എന്നുള്ള വാർത്ത പുറത്തേക്ക് വന്നപ്പോൾ തന്നെ എല്ലാ മാധ്യമങ്ങളും ക്യാമറയും തൂക്കി കാട് കയറി. എന്തിനാ? ആദിവാസികളുടെ ക്ഷേമം അന്വേഷിക്കാൻ. എന്നിട്ട് ഓരോ ആദിവാസി ഊരുകളായിട്ട് ഷൂട്ട് ചെയ്ത് പൊതുജനത്തിന് മുന്നിൽ എത്തിച്ചു. അങ്ങനെ ടാർപ്പാള കെട്ടി താമസിക്കുന്നവരെ നമ്മൾ കണ്ടു. ഉള്ള വീട് പൊളിച്ചിട്ട് പുതിയ വീട് പണിതു തരാം എന്നും പറഞ്ഞ് ചതിക്കപ്പെട്ട അങ്ങനെ പറമ്പിൽ കിടക്കുന്നവരെയും നമ്മൾ കണ്ടു. ഒപ്പം ഫ്രീ ആയിട്ട് അരി കൊടുത്താൽ പോലും അത് കഞ്ഞിയാക്കി മാറ്റാൻ പോലും സാഹചര്യം ഇല്ലാത്തവരെയും നമ്മൾ കണ്ടു. ഇനി അഥവാ കഞ്ഞിയാക്കി മാറ്റാൻ സാധിച്ചാൽ അതിലൊരിത്തിരി ഉപ്പിട്ട് കുടിക്കാൻ പോലും സാധിക്കാത്തവരെയും നമ്മൾ കണ്ടു. പിന്നെ ചത്തിട്ടില്ലാത്തതുകൊണ്ട് ആരോഗ്യവാന്മാരാണ് എന്ന് നമുക്ക് വിശ്വസിക്കാം. അപ്പോ പറഞ്ഞു വന്നത്, ഇതാണ് അതിദാരിദ്ര്യമുക്തമായ കേരളം എന്നുള്ളത് മാധ്യമങ്ങൾ ജനങ്ങളെ അറിയിച്ചു. പക്ഷെ ഇതൊന്നും മുഖ്യമന്ത്രി അറിഞ്ഞിട്ടില്ല, മന്ത്രി രാജേഷും അറിഞ്ഞിട്ടില്ല, ഒപ്പം നമ്മുടെ മഹാനടനായിട്ടുള്ള മമ്മൂട്ടിയും അറിഞ്ഞിട്ടില്ല. ബാക്കി എല്ലാവരും അറിഞ്ഞുട്ടോ. അപ്പോൾ മറ്റൊരു കാര്യം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, ഈ വിഷയം മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ചാല് ജനങ്ങൾ വിശ്വസിക്കില്ല. അതുകൊണ്ട് പിണറായി എന്ത് ചെയ്തു? മോഹൻലാലിനെയും കമലഹാസനെയും മമ്മൂട്ടിയെയും കൊണ്ടുവന്നിട്ട് ഈ പ്രഖ്യാപനം അങ്ങോട്ട് ആഘോഷമാക്കി കളയാം എന്ന് വിചാരിച്ചു. അങ്ങനെ ദൂർത്തടിക്കുന്ന ഒരു സ്വഭാവം നമ്മുടെ സർക്കാരിന് ഓൾറെഡി ഉണ്ടല്ലോ. പക്ഷേ ഇതിൽ ബുദ്ധിയുള്ളത് 2 പേർക്ക് മാത്രമാണ് എന്നുള്ളത് കേരള ജനത ഇപ്പൊ മനസ്സിലാക്കി കഴിഞ്ഞു. കാരണം ആദ്യം പറഞ്ഞ കമലഹാസനും മോഹൻലാലും അവസാന നിമിഷം തടിയൂരി. ഒടുവിൽ മമ്മൂട്ടിയെ മാത്രം വെച്ച് ചടങ്ങ് നടത്തി. മമ്മൂട്ടിയെ ഞാൻ വളരെയധികം ആരാധിക്കുന്നതാണ്. അത് മതമോ രാഷ്ട്രീയമോ നോക്കിയിട്ടൊന്നുമല്ല, പകരം അദ്ദേഹത്തിന്റെ അഭിനയം മാത്രം നോക്കിയിട്ടാണ്. പക്ഷേ ഇപ്പോ പിണറായി വിജയൻ ജനങ്ങളോട് നടത്തിയ ഈ കൊടും ചതിക്ക് കൂട്ടുനിന്നതിന് ശേഷം ഇപ്പോ എനിക്ക് പറയാനുള്ളത്, മമ്മൂട്ടി ആദ്യം ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. അതിനുശേഷം പിണറായി വിജയൻ നടത്തിയ പല ചടങ്ങുകളിലും പങ്കെടുത്തു കഴിഞ്ഞപ്പോൾ ഒരു കമ്മിയായി. ഒടുവിൽ കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങളെയും കഷ്ടത അനുഭവിക്കുന്ന ആദിവാസികളെയും അടക്കം ചതിച്ചുകൊണ്ട് നടത്തിയ ഈ പ്രഖ്യാപനത്തിന് പിണറായിയോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്നതോടെ ഞാൻ പറയുന്നു, മമ്മൂട്ടി ഇനി അന്തം കമ്മി എന്ന് അറിയപ്പെടും. ഇനി പ്രവാസി സർപ്രൈസ് കൊടുക്കുന്ന ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതായത് ഷൊർണൂര് എന്നുള്ള MLA ശ്രീ മമ്മിക്കുട്ടി കഴിഞ്ഞ സെപ്റ്റംബറിൽ നിയമസഭയിൽ മന്ത്രി GR അനിലിനോട് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് നമ്മളുടെ ഭക്ഷ്യമന്ത്രി. അതായത് കേരളത്തിൽ നിലവിൽ എത്ര AAY കാർഡുകൾ ഉണ്ട് എന്നുള്ളതിനെ കുറിച്ച് അദ്ദേഹം ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് 5,91,000-ലധികം AAY കാർഡ് ഉടമകൾ ഉണ്ട് എന്നുള്ളതാണ്. അദ്ദേഹം CPIയുടെ മന്ത്രിയാണ് എന്നോർക്കണം നമ്മുടെ GR അനില്. പക്ഷേ മന്ത്രി MP രാജേഷ് പറയുന്നത് 2021 മുതൽ സ്കോർ ബോർഡ് പോലെ കൗണ്ട് ഡൗൺ ബോർഡ് വെച്ച് മുഖ്യമന്ത്രിയും അദ്ദേഹവും ഇരിക്കുകയായിരുന്നു. അങ്ങനെ 64,006 എന്ന് പറയുന്ന നമ്പർ കുറഞ്ഞു വരുന്നത് കണ്ട് ആസ്വദിക്കുകയായിരുന്നു. ഒടുവിൽ 1-ൽ നിന്ന് അത് 0-ലേക്ക് എത്തിയപ്പോൾ
അദ്ദേഹം സന്തോഷം കൊണ്ട് പൊട്ടിക്കരഞ്ഞു എന്നാണ് പറഞ്ഞത്. ഈ 64,006 എന്ന് പറയുന്നത് അവർ കണ്ടെത്തിയ അതിദരിദ്രരുടെ എണ്ണമാണ് കേട്ടോ. അപ്പോ രാജേഷിനോട് എനിക്ക് പറയാനുള്ളത്, ഈ സ്കോർ ബോർഡ് അറ്റ്ലീസ്റ്റ് ഈ മന്ത്രിസഭാ യോഗം കൂടുന്ന ഹാളിലെങ്കിലും വെച്ചിരുന്നെങ്കിൽ അത് 0 അവസരത്തിൽ നിങ്ങൾക്ക് 21 മന്ത്രിമാർക്കും ഒരുമിച്ച് കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയായിരുന്നില്ലേ എന്നുള്ളതാണ്. മാത്രമല്ല CPM-ന്റെ ഭാര്യയായിട്ടുള്ള CPI എന്ന് പറയുന്ന പാർട്ടിയിലെ മന്ത്രിയായിട്ടുള്ള GR അനിൽ നിയമസഭയിൽ കള്ളവും പറയേണ്ടി വരില്ലായിരുന്നു. ഇതിപ്പോ അദ്ദേഹത്തിന് സർപ്രൈസ് ആയിട്ടുണ്ടാവും. ഇനി ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം MP രാജേഷ് പറയുന്നത്, ചിലപ്പോ 2021 മുതൽ ഓരോ കുടുംബങ്ങളെയും അതിദരിദ്രരല്ല എന്ന് പ്രഖ്യാപിച്ചതിന് ശേഷം 2025 ആയപ്പോഴേക്കും ചിലപ്പോ വീണ്ടും ചിലരൊക്കെ അതിദരിദ്രരായിട്ട് മാറിയിട്ടുണ്ടാവും. അത് ചൂണ്ടിക്കാണിച്ചാൽ അവർ വീണ്ടും അതിദരിദ്രരല്ലാതാക്കാനുള്ള നടപടികൾ സ്വീകരിക്കും എന്നാണ് അദ്ദേഹം ഇപ്പൊ പറയുന്നത്. അപ്പോ ഇനി കേരളത്തിൽ അതിദരിദ്രർ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കേണ്ട ഉത്തരവാദിത്വം പൊതുജനത്തിനും പ്രതിപക്ഷ പാർട്ടികൾക്കും ആണ് എന്ന് സാരം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ബാംഗ്ലൂർ കോർപ്പറേഷന്റെ സംഭവം പറയാം. അതായത് പാതിരാത്രിക്കും അതിരാവിലെയും ഒക്കെ ജനങ്ങൾ നഗരത്തിൽ ഇറങ്ങി നടക്കും. വീട്ടിലെ മാലിന്യം റോഡിൽ തള്ളുന്നത് നമ്മൾ കാണാറുമുണ്ട്. അത് സഹിക്കാൻ പറ്റാതായപ്പോൾ ബാംഗ്ലൂർ കോർപ്പറേഷൻ എന്ത് ചെയ്തു, CCTV വെച്ച് ഈ മാന്യന്മാരെ ഒക്കെ കണ്ടെത്തി. എന്നിട്ട് ഒരു സ്ക്വാഡ് ഈ മാലിന്യം അതേപടി എടുത്ത് ഈ മാലിന്യം റോഡിൽ തള്ളിയവന്റെ വീടിന് മുന്നിൽ കൊണ്ടുപോയി നിക്ഷേപിച്ചു തുടങ്ങി. മാത്രമല്ല വീട്ടുകാരെ വിളിച്ചിട്ട് ഒരു പൂമാലയൊക്കെ ഇട്ട് അവരെ ആദരിക്കും. എന്നിട്ട് ഒരു പിഴ ചുമത്തും. ആ പിഴത്തുക മുഴുവനായിട്ടും ഈടാക്കിയിട്ട് അവർ വീട്ടിൽ നിന്ന് മടങ്ങത്തുള്ളൂ. അപ്പോ ഇവിടെ നേരെ തിരിച്ചാണ് സംഭവിച്ചിരിക്കുന്നത്. അതായത് സർക്കാർ അതിദാരിദ്ര്യമുക്തർ എന്നുള്ള ഒരു മാലിന്യം പൊതുജനത്തിന്റെ തലയിലാണ് കെട്ടിവെച്ചിരിക്കുന്നത്. അപ്പോ സ്വാഭാവികമായിട്ടും ആ മാലിന്യം സെക്രട്ടേറിയറ്റിന്റെ പടിക്കലോ ക്ലിഫ് ഹൗസിന്റെ പടിക്കലോ എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോ പൊതുജനങ്ങൾക്ക് മുന്നിലുള്ള ഒരേ ഒരു പോംവഴി. അതായത് കുടിൽ കെട്ടി താമസിക്കൽ, കഞ്ഞിവെക്കൽ സമരം, ഇതൊക്കെ വീണ്ടും ആരംഭിക്കേണ്ടി വരും.